ഹായ് കൂട്ടുകാരൻ, ഞാനിന്ന് പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. ഗുൽമാർഗ് ശ്രീനഗറിൽ നിന്ന് ഏകദേശം 52 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുൽമാർഗിലേക്ക് നമുക്ക് 3 രീതിയിൽ പോകാം. ഒന്ന് ലോക്കൽ ട്രാൻസ്പോർട്ട്, ബഡ്ജറ്റ് ട്രാവലേഴ്സിനൊക്കെയാണ് ലോക്കൽ ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. ശ്രീനഗറിൽ നേരിട്ട് താൻമാർഗ് വരെ ബസ്സിനും അവിടെ നിന്ന് ഷെയർ ടാക്സിയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ടാക്സിയിൽ പോകണ ഏകദേശം 2000-2500 രൂപ റേറ്റിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് ബൈക്ക് റെൻറ്റിനെടുത്ത് നമുക്ക് ഗുൽമാർഗിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഗുൽമാർഗ് പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഗുൽമാർഗ് ഗൊണ്ടല്ല റൈഡ് കേബിൾ കാർ എൻട്രൻസ് വരുന്നത്. അങ്ങോട്ടേക്ക് നോർമലി ഓട്ടോകളൊക്കെ ഒരു 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടന്നാണെങ്കിലും എത്തിച്ചേരാൻ പറ്റും. ഗൊണ്ടല്ലയുടെ ചാർജ് വരുന്നത് ഫേസ് 1 ഏകദേശം 810 രൂപയും, ഫേസ് 1 എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ പകുതി വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഫേസ് 2 എന്ന് പറഞ്ഞാൽ മലയുടെ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. ഫേസ് 2 എത്തണമെങ്കിൽ ഏകദേശം പിന്നെ ഒരു 1010 രൂപ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗൊണ്ടല്ലയുടെ നമുക്ക് എൻട്രൻസ്. ഇപ്പം ഞാൻ ചെന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് വലിയ തിരക്കില്ല. ഞാൻ രാവിലെ തന്നെ ചെന്നതുകൊണ്ട് വലിയ തിരക്കില്ല. ഞാൻ എൻ്റെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറിയാണ്. ഞാൻ രാഗത്തോട്ട് കയറി. എന്താ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊണ്ടല്ല എപ്പോഴും ഇങ്ങനെ ഗൊണ്ടല്ല കേബിൾ കാർ എപ്പോഴും ഇങ്ങനെ റണ്ണായിക്കൊണ്ടേയിരിക്കും. ഞാൻ കയറിയ കേബിൾ ഇതിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിത് ഫേസ് 1 ഫേസ് 1 കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫേസ് 1 ഇപ്പം ഫേസ് 2 എത്തിയിട്ടുണ്ട്. ഫേസ് 2 ഏകദേശം 14,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രായമുള്ളവർ, ഒരുപാട് ഹൈറ്റ് പ്രശ്നമുള്ളവരൊക്കെ ഫേസ് 1 വരെ പോകുന്നതായിരിക്കും നല്ലത്. ഫേസ് 2 നല്ല ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫേസ് 2 എത്തുമ്പോൾ നമ്മളെപ്പോഴും നല്ലൊരു ഷൂ നമ്മൾ കരുതണം. നമ്മുടെ ഒരു ഷൂ ഇല്ലെങ്കിൽ താഴെ റെൻറ്റിന് നമുക്കൊരു 300-400 രൂപ റേഞ്ചിൽ നല്ല ഷൂ നമുക്ക് അവൈലബിൾ ആയിരിക്കും. മേളിൽ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ബെസ്റ്റ് ടൈം വരാനായിട്ട് മഞ്ഞ് കാണാനാണെങ്കിൽ ഡിസംബർ മുതൽ മെയ് വരെ ആയിരിക്കും നല്ല സമയം. അത് കഴിഞ്ഞാൽ പിന്നെ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ടിക്കറ്റ് എപ്പോഴും ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജമ്മു കാശ്മീർ കേബിൾ കാർ കോർപ്പറേഷൻ എന്ന വെബ്സൈറ്റിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 മാസം മുന്നേ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. നേരിട്ട് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ് എപ്പോഴും.